ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. രോഗം വരുമ്പോൾ നമ്മുടെ എല്ലാ പിടിയും വിട്ടുപോകും. അതുപോലെ രോഗിക്ക് ശുശ്രൂഷ, രോഗിക്ക് അവിടെ വല്ലയിടത്തും കിടന്നാൽ മതി, പക്ഷേ രോഗി ശുശ്രൂഷ ചെയ്യുന്നവരുടെയും ചികിത്സ ചെയ്യുന്നവരുടെയും അവസ്ഥകൾ അതിനപ്പുറമാണ് അല്ലേ. അപ്പോൾ പക്ഷേ സങ്കടവുമായിട്ട് വരുന്നവരോട് പറയും, നിങ്ങൾ വന്ന് വചനം കേൾക്കും. രോഗിക്ക് ആരാ ശുശ്രൂഷ ചെയ്യുന്നത്? അങ്ങനെ ഇവിടെ കർത്താവിൻ്റെ വചനം രോഗിക്ക് ശുശ്രൂഷ ചെയ്യുന്നവർ അല്ലെങ്കിൽ കുടുംബാംഗം വന്ന് പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യപ്പെട്ടു. എൻ്റെ അപ്പന് മദ്യപാനം, ആൽക്കഹോളിസം, ലിവർ ഇതൊക്കെ ആയിട്ട് ആകെ ചോരയൊക്കെ ഛർദ്ദിച്ച് വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ് ഇനി രക്ഷയില്ല, ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ നാളുകളിലാണ് അപ്പൻ പോലും അറിയാതെ അമ്മേനെ ഒളിച്ചും പാത്ത് ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനം ഇതിനൊക്കെ വിടാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷേ അപ്പൻ്റെ ഒരു രോഗശാന്തിയിൽ കവിഞ്ഞ ലക്ഷ്യങ്ങളൊന്നുമില്ല, ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ ഇന്ന് ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അപ്പൻ്റെ രോഗശാന്തി, ആയുസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഇറങ്ങി ഒരു 15 വർഷമെങ്കിലും ജീവിച്ചിരിക്കാൻ, അപ്പനായിട്ട് ഒന്നും ചെയ്തില്ലേലും അപ്പനുണ്ടെന്ന് പറയാൻ ജീവിച്ചിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. കറക്റ്റ് 15 വർഷം അപ്പച്ചന് ദൈവം ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും കൊടുത്തു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചു. അത്ഭുതകരമായ മാറ്റങ്ങളാണ് പിന്നീട് അങ്ങോട്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം മരിക്കുന്നത് വരെ ദൈവശുശ്രൂഷകൾ ചെയ്തു. ഒരു വിശ്രമമില്ലാതെ ദൈവശുശ്രൂഷ. ഞങ്ങൾക്കൊന്നും അതിൻ്റെ അരികിൽ പോലും എത്താനായിട്ട് പറ്റത്തില്ല. അത്രക്ക് ആഴത്തിലുള്ള വിശ്വാസവും വചനവും പ്രാർത്ഥനയും തീഷ്ണതയുമായിരുന്നു. ദൈവം അദ്ദേഹത്തെ അടിമുടി അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ മാറ്റം വരുത്തി, ഉരുക്കി വാർത്തെടുക്കും എന്നൊക്കെ പറയില്ലേ, അതുപോലെ എടുത്തു. അപ്പോൾ ഇതാ രോഗിയെ നോക്കുന്നവർ വന്ന് വചനം കേൾക്കുമ്പോൾ അവരുടെ അവസ്ഥ കണ്ട് ദൈവം രോഗിക്ക് സൗഖ്യം നൽകി. എപ്പോഴാണ് സൗഖ്യപ്പെട്ടത്? ഇതാ ആ കുടുംബത്തിൽ ആരെങ്കിലും അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവർ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ രോഗി കട്ടിലേൽ എഴുന്നേറ്റിരുന്നു, അല്ലെങ്കിൽ നടക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ രോഗം എന്താണെന്ന് ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയ ആശുപത്രിയിൽ വിഷമിച്ച് ICUവിൻ്റെ പുറത്ത് നിൽക്കുന്ന എപ്പോഴും രോഗിയുടെ വിവരം ചോദിക്കുന്ന അവരോട് ഒരു നേഴ്സ്, ദൈവഭക്തയായ നേഴ്സ് പറഞ്ഞു, നിങ്ങൾ പോയി വചനം കേൾക്കുന്നു, ഇവിടെ തന്നെ കെട്ടിക്കിടന്നിട്ട് ഞങ്ങൾക്ക് ഡോക്ടറെല്ലാം പറഞ്ഞതല്ലേ, അതുകൊണ്ട് കർത്താവിൻ്റെ വചനം കേൾക്കുക, ദൈവത്തെ ആരാധിക്കുമെന്ന് പറഞ്ഞു. അവർ ഇട്ടുപേക്ഷിച്ച് കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ രോഗിക്ക് അത്ഭുതകരമായ മാറ്റം വന്നു. ഇതാ റൂമിലേക്ക് മാറ്റി, പിന്നീട് പേര് വെട്ടി വിട്ടു. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തും. എല്ലാ രോഗവും എല്ലാ രോഗികളെയും, അതാ ദൈവത്തിൻ്റെ മത്തായി 4:24, എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായവർ, പിശാച് ബാധിത ആസ്മാ രോഗികൾ, തളർവാതക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു, അവൻ അവരെ സുഖപ്പെടുത്തി. ഈ വചനം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായി 4:27. പ്രൈസ് ദി ലോർഡ്. വീണ്ടും മത്തായി 8:7. ശതാധിപൻ പ്രാർത്ഥന ആവശ്യപ്പെട്ട് യേശുവിൻ്റെ അടുത്തായിരുന്നപ്പോൾ വീട്ടിൽ കിടന്ന രോഗി, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. മത്തായി 8:7. ലൂക്ക 5:17. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ആ ശക്തി അങ്ങ് പുറപ്പെടും. ലൂക്ക 6:19. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതൊന്നും മറന്നു പോകരുത്. മത്തായി 4:24, മത്തായി 8:7, ലൂക്ക 5:17, ലൂക്ക 6:19. ഈ വചനങ്ങളൊന്ന് വെച്ച് പ്രാർത്ഥിച്ചോ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കും. ജ്ഞാനം 16:12. മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുക. ഇന്ന് ഈ സുവിശേഷ വചനങ്ങളിൽ കേട്ട മത്തായി 4:24, എല്ലാ രോഗികളെയും എല്ലാ വ്യാധികളാലും വ്യതകളാലും അവശരായവരെ, ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞിരിക്കുക, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ കേസ് ഓടി വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എത്രയോ കേസുകൾ പോയി പ്രാർത്ഥിച്ചതും വന്ന് പ്രാർത്ഥിച്ചതും. പോയി പ്രാർത്ഥിച്ചതിനേക്കാൾ ഉപരി രോഗിയുടെ പ്രിയപ്പെട്ടവരോ ബന്ധുക്കളോ ഇനി മരിച്ചെന്ന് വിധി എഴുതിയ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് കേസുകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് അവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി പോയത്. ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അത് ദൈവത്തിൻ്റെ ശക്തി. ഒരു വ്യക്തി, ഞങ്ങൾ ഇവിടെ പാലയിൽ ധ്യാനം നടത്തുമ്പോൾ
പിന്നെ ഓട്ടോറിക്ഷ മറിഞ്ഞിട്ട് അതിൽ പല ഡ്രൈവറും വേറെ യാത്രക്കാരുണ്ടെങ്കിലും ഒരാൾക്ക് ഈ പടലിയുടെ ഭാഗത്ത് ഒടിവൊക്കെ വന്നിട്ട് 5 ലക്ഷം രൂപ ചികിത്സക്ക് ചിലവായി. കേരളത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയിൽ വരെയും ചികിത്സകൾ ചെയ്തു, ഫിസിയോതെറാപ്പി ചെയ്തു. ഇത് ഇത്ര ആവുള്ളൂ പറഞ്ഞു. പക്ഷേ ആ ധ്യാനത്തിലൂടെ കോളറൊക്കെ അഴിച്ചു മാറ്റി സൗഖ്യപ്പെടുത്തി സാക്ഷ്യപ്പെട്ട് തലയൊക്കെ ഉയർന്നു വന്നു. അടുത്ത ധ്യാനത്തിലും അവർ ആളെയും കൊണ്ട് വന്ന സംഭവം ഞങ്ങൾ ധ്യാനിപ്പിച്ച ഒരു ധ്യാന പ്രോഗ്രാമാണ്. അപ്പോൾ വചനം സുഖപ്പെടുത്തും. ജ്ഞാനം 16:12 അവിടെ പറയുന്ന മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. വചനം ആരാ? യേശു ക്രിസ്തുവാ. യേശുവിന് ജാതിയും മതമൊന്നും ഇല്ല കേട്ടോ. മനുഷ്യനായാൽ ഇതാ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. അത് യേശുവിൽ നമ്മൾ കാണുന്നു. മനുഷ്യൻ്റെ എല്ലാ വേദനകളും യേശുവിന് അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർഗത്തിലെ എല്ലാ അധികാരങ്ങളും യേശുവിനുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ ആ മനുഷ്യൻ്റെ വേദനകൾ രോഗങ്ങൾ ശമിപ്പിക്കാൻ ആർക്ക് സാധിക്കും? യേശുവിന് സാധിക്കുന്നത് പോലെ വേറെ ആർക്കും സാധിക്കില്ല. മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരും സുഖപ്പെടുന്ന വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ വലിയ വേദനയിലാണല്ലോ. ചികിത്സിക്കാൻ ഇനി കയ്യിലൊന്നുമില്ല, വഴിയില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും മുടക്കാനും ചെലവഴിക്കാനും സഹായിക്കാനൊക്കെ ആളുണ്ടെങ്കിലും ഇനിയും പ്രത്യാശ ഒന്നുമില്ലെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥ, പ്രത്യാശ നഷ്ടപ്പെട്ട ഈ ജീവിതങ്ങളിലേക്ക് യേശുവിൻ്റെ തിരക്തം ഒഴുകട്ടെ. രോഗിയായ കുഞ്ഞോ വൃദ്ധനോ രോഗിയോ ഭാര്യയോ ഭർത്താവോ ആരുമാകട്ടെ, മാതാപിതാക്കളോ, യേശുവിൻ്റെ തിരക്തത്തിൻ്റെ ശക്തി ഇപ്പോൾ കടന്നു വരട്ടെ. യേശു നാമത്തിൽ സാക്ഷ്യപ്പെടുത്താൻ തക്ക രീതിയിൽ അത്ഭുതം സംഭവിക്കട്ടെ. രോഗികളുടെ ദിവ്യനാഥനായ, ദിവ്യ ഔഷധമായ, ദിവ്യവൈദ്യനായ യേശുവെ, തൊലി പുറത്തോ അകത്തോ ശരീരത്തിനകത്തോ ശിരസ് മുതൽ പാദം വരെ യേശുവിൻ്റെ തിരക്തത്തിൻ്റെ ശക്തി ചുറ്റി സഞ്ചരിച്ച് ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ നിമിഷം മുതൽ വചനം വെച്ച് പ്രാർത്ഥിക്കുന്ന ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും അത്ഭുതകരമായ സാക്ഷ്യമായി ഇത് മാറട്ടെ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. പരിശുദ്ധ ദൈവ മാതാവേ, കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിന് വേണ്ടി നാണക്കേട് മാറി മാനക്കേട് മാറി അഭിമാനമായി മാറിയതുപോലെ അമ്മയുടെ സഹായവും സാന്നിധ്യവും ഈ കുടുംബത്തിന്, ഈ വ്യക്തിക്ക് നൽകി അനുഗ്രഹിക്കണേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സാക്ഷ്യപ്പെടുത്തണം കേട്ടോ. തീർച്ചയായും നിങ്ങളൊരു അത്ഭുതമായിട്ട് മാറും, ഒരടയാളമായിട്ട് മാറും. ദൈവം നിങ്ങളെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാക്ഷിയാക്കി മാറ്റും. നിങ്ങളുടെ കമൻസുകൾ, ഷെയർ, സബ്സ്ക്രൈബ് ഇതെല്ലാം സെയിൻറ്റ് മേരീസ് പ്രേമൻസിയുടെ സുവിശേഷ വേലയിൽ വലിയ സപ്പോർട്ടാണ്. ഇതിനകം അനേകർ വചനം കേൾക്കുകയും അവരുടെ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ, ചിലത് യൂട്യൂബിൽ കമൻസ് തരുന്നുണ്ട്, ചിലർ വാട്സാപ്പിൽ കയറി വരുന്നുണ്ട്, നേരിട്ട് വരുന്നവരും വിളിക്കുന്നവരും ഉണ്ട്. അത്രയ്ക്കുമേൽ ദൈവശക്തി ഇങ്ങനെ ചുറ്റിയടിച്ച് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ഞങ്ങൾ പ്രഘോഷിക്കുന്ന 1 യോഹന്നാൻ 1:1 ഞങ്ങൾ കണ്ടതും കേട്ടതും സ്പർശിച്ചതും സൂക്ഷിച്ച് വീക്ഷിച്ചതുമായ ജീവൻ്റെ വചനം എന്ന അപ്പോസ്തലന്മാർ പറഞ്ഞ അതേ അധികാരത്തിൽ, അതേ വചനത്തിൻ്റെ ശക്തിയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.